ചാതുർവർണ്ണ പ്രമാണം പറയുന്നത് ശുഭകാര്യങ്ങളിലൊന്നും എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ പാടില്ലെന്നാണ്. ഈ തത്വപ്രകാരമാണ് അവരന്ന് രാഷ്ട്രപതിയെ തന്നെ ഒഴിവാക്കി നിർത്തിയത്, കാതങ്ങൾ അകറ്റം കൽപ്പിച്ച് മാറ്റി നിർത്തിയത്. ആ മന്യന്മാർ പറയുകയാണ് ഞങ്ങൾ സ്ത്രീകളെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പറയുന്നത്. ഈ സെക്യുലർ രാഷ്ട്രത്തിൽ സ്വന്തം അവകാശങ്ങളെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുണ്ട്. മുസ്ലിമുകളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മറ്റ് മതക്കാരുമുണ്ട്, ബുദ്ധമതക്കാരും ജൈനമതക്കാരും എല്ലാം ഉണ്ട്. അവരെല്ലാം എന്ത് മനസ്സിലാക്കണം? സെക്യുലർ രാഷ്ട്രത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേദിയിൽ ആ ചടങ്ങിൽ പൂജാരിയെപ്പോലെ പ്രാർത്ഥിക്കുന്ന ഹോമിക്കുന്ന ഒരാളായിട്ട് സെക്യുലർ നാടിൻ്റെ രാഷ്ട്രത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ മാറുകയാണ്. അത് കണ്ട രാജ്യമാണ് ഇന്ത്യ. അത് നിൽക്കട്ടെ, ഒരു വലിയ അഭാവം ഉണ്ടായി, അവിടെ ഒരു വലിയ ഗ്യാപ്പുണ്ടായി, ഒരാളെ കണ്ടില്ല. അതാരാ? ഏറ്റവും മഹത്തായ സ്ഥാനമുള്ള രാഷ്ട്രപതിയെ കണ്ടില്ല. രാഷ്ട്രപതിയാണ്, പ്രധാനമന്ത്രി അല്ല ഒന്നാമത്തെ ആൾ. ഭരണഘടന പറയുന്നുണ്ട് എന്താണ് പാർലമെൻ്റ് എന്ന്. പാർലമെൻ്റ് എന്നാൽ രാഷ്ട്രപതി, ലോക്സഭയിലെയും രാജ്യസഭയിലെയും മെമ്പർമാരടങ്ങുന്ന ആ സമിതി, രാജ്യസഭ ലോക്സഭ, അതാണ് പാർലമെൻറ്റ്. എടുത്തു പറഞ്ഞ പേരാണ് രാഷ്ട്രപതിയെ പറ്റി. ദർ ഇസ് നോ മെൻഷൻ അബൌട്ട് ദ പ്രൈം മിനിസ്റ്റർ. ആ പേരേ ഇല്ല. പ്രധാനമന്ത്രി അവിടെ പോലും പേരില്ലാത്ത ഒരാളാണ്. പേരുള്ള രാഷ്ട്രീയ ശക്തി രാഷ്ട്രപതി മാത്രമാണ്. ആ രാഷ്ട്രപതി ഒഴിവാക്കിയിട്ടാണ് ഈ മോദി, നാരീ മഹാത്മ്യം പറഞ്ഞ മോദി, ഈ ശ്രീകോവിലിൻ്റെ ഉദ്ഘാടന നാളിൽ പെരുമാറിയത്. എന്തുകൊണ്ടാണ് BJP, RSS മഹതിയായ ദ്രൗപദി മുർമുവിനെ ഒഴിവാക്കിയതെന്ന്? എന്തേ സ്ഥാനം കൊടുത്തില്ല? എന്തേ ക്ഷണിച്ചില്ല? അവിടെ കസേര വേണ്ട, ഒന്ന് വിളിച്ച് വെട്ടാൻ പാടില്ലേ, നിർത്താൻ പാടില്ലേ? ഉണ്ടായില്ല. എന്തുകൊണ്ട്? ചോദ്യം ആവർത്തിക്കുന്നു ഞങ്ങൾ. ഈ ചോദ്യം അന്ന് നമ്മൾ പഠിക്കുന്നതാണ് ഞാൻ. ചോദ്യം ഇതാണ്: ദ്രൗപദി മുർമു ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഒഴിവാക്കിയത്. ദ്രൗപദി മുർമു ഒരു ആദിവാസിയാണ്, അതാണോ അയോഗ്യത? ദ്രൗപദി മുർമു ഒരു വിധവയാണ്, അതാണോ അയോഗ്യത? BJPയുടെ ചാതുർവർണ്ണ പ്രമാണം പറയുന്നത് ശുഭകാര്യങ്ങളിലൊന്നും എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ പാടില്ലെന്നാണ്. അവിടെ സ്ത്രീകൾ പാടില്ല, ജാതികൾ താണവർ പാടില്ല, വിധവകൾ നേരെ പാടില്ല. അതെല്ലാം അസ്വീകാരമാണ്. ഈ തത്വപ്രകാരമാണ് അവരന്ന് രാഷ്ട്രപതിയെ തന്നെ ഒഴിവാക്കി നിർത്തിയത്, കാതങ്ങൾ അകറ്റം കൽപ്പിച്ച് മാറ്റി നിർത്തിയത്. ആ മന്യന്മാർ പറയുകയാണ് ഞങ്ങൾ സ്ത്രീകളെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പറയുന്നത്. നാണക്കേടെ, നെറികേടെ, വഞ്ചനെ, നിൻ്റെ പേരാണോ BJP? ഈ ചോദ്യം ചോദിക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇത്തരം ഡ്രാമകൾ അവസാനിപ്പിക്കണം. സ്ത്രീകളുടെ പേര് പറഞ്ഞുകൊണ്ട് BJP ചെയ്യുന്ന ഈ കളിയെല്ലാം ഇതിനു വേണ്ടിയാണ്. നാടകീയമായ വേഗതയിൽ അംഗത്വം കൂട്ടാൻ വേണ്ടിയാണ് പാർലമെൻറ്റിലെ. അതിൻ്റെ കെയർ ഓഫിൽ BJPക്ക് സ്വാധീനമില്ലാത്ത ദക്ഷിണേന്ത്യയുടെ പങ്കാളിത്തം കുറയ്ക്കാൻ വേണ്ടിയാണ്. രാഷ്ട്ര നിയമങ്ങളൊന്നും നയങ്ങളൊന്നും നടപ്പിലാക്കാത്ത നാഷണൽ പോളിസിയാണ് കുടുംബാസൂത്രണം. നാഷണൽ പോളിസിയാണ്, നാം നടപ്പിലാക്കിയവരാണ്. കേരളം, തമിഴ്നാട്, കർണാടക എല്ലാം നടപ്പിലാക്കിയവരാണ്. നടപ്പിലാക്കാത്ത UPക്ക്, നടപ്പിലാക്കാത്ത ബീഹാറിന്, അവർക്കെല്ലാം ഇഷ്ടം പോലെ അംഗത്വം കൊടുക്കും അത്രേ. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയമായിട്ടുള്ള കെണിയൊരുക്കലാണ് ഇപ്പോൾ ചെയ്യുന്നത്. വനിതകൾക്ക് അവകാശപ്പെട്ട പങ്കാളിത്തം വേണം, റിസർവേഷൻ വേണം. അതിനെ പക്ഷേ ഒരു കെണിയാക്കുന്ന ഈ തട്ടിപ്പ് അത് അവസാനിപ്പിക്കണം. തട്ടിപ്പിൻ്റെ കെണിയൊരുക്കൽ രാഷ്ട്രീയം നടത്തുന്ന നരേന്ദ്രമോദി രാഷ്ട്രത്തോട് മാപ്പ് പറയണം.
ചർച്ച സമാപിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുവാണെങ്കിൽ ചിലപ്പോൾ അമിത്ഷാ ആയിരിക്കാം പ്രസംഗിക്കാൻ പോകുന്നത്. അമിത്ഷാ ആയാലും BJP ആയാലും മോദി ആയാലും ആരായാലും, മോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ BJPക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോകുന്ന ആരായാലും സ്വന്തം രാഷ്ട്രീയ വഞ്ചനയ്ക്ക് അവിടെ മാപ്പ് ചോദിക്കണം. സ്ത്രീകളെ കബളിപ്പിക്കുന്ന, സ്ത്രീകളെ വഞ്ചിക്കുന്ന ഈ പോക്ക് തെറ്റാണെന്ന് ഏറ്റു പറയണം. ഇതാണ് പറയാനുള്ളത്.